ഉൾക്കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. അത്താണിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കല്ലത്താണി സ്ഥലങ്ങൾ കേട്ടിരിക്കാം. കരിങ്കല്ലത്താണി, അത്താണി തുടങ്ങിയ സ്ഥലങ്ങൾ. ആ സ്ഥലനാമങ്ങൾക്ക് കാരണമായ കല്ലത്താണിയാണ് ഈ കാണുന്നത്. ഇത്തരം കല്ലത്താണികളുള്ള സ്ഥലങ്ങളിലാണ് കരിങ്കല്ലത്താണികൾ, അത്താണികൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് ഈ അത്താണിയെക്കുറിച്ചൊന്ന് നോക്കാം. മഹാകവി ഒളപ്പമണ്ണ എൻ്റെ വിദ്യാലയം എന്ന കവിതയിൽ പരർത്തൻ കഷ്ടപ്പാട് പേറുമാ കല്ലത്താണി പറവൂ മഹത്വത്വം പരസേവനം കാര്യം എന്ന് പറയുന്നുണ്ട്. പരസേവനത്തെ കാര്യമാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ചുമന്നിരുന്ന കല്ലത്താണികളാണ് ഇത്. ഈ കല്ലത്താണികൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. പഴയ നാടുവാഴിക്കാലത്ത് നാട്ടുരാജാക്കന്മാരും നാടുവാഴികളുമാണ് ഇത്തരം കല്ലത്താണികൾ സ്ഥാപിച്ചിട്ടുള്ളത്. തലച്ചുമടുമായിട്ട് കടന്നു പോകുന്ന യാത്രക്കാർക്ക് തലച്ചുമട് ഇറക്കി വയ്ക്കാനും വിശ്രമിക്കാനുമുള്ള കേന്ദ്രങ്ങളായിരുന്നു ഇത്തരം കല്ലത്താണികൾ. ഇത് ആര് സ്ഥാപിച്ചതാണ്, എന്നാണ് സ്ഥാപിച്ചത് എന്നെല്ലാം ഇതിലെ എഴുത്തുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. ഈ എഴുത്തുകൾ മിക്കവും കാലപ്പഴക്കം കൊണ്ട് അത് കാണാതെയായിരിക്കുകയാണ്. പക്ഷേ ഈ എഴുത്തുകളിൽ അത് സ്ഥാപിച്ച വർഷം, ആരാണ് സ്ഥാപിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കല്ലത്താണികളോട് ചേർന്ന് വിശ്രമിക്കാനും ദാഹമകറ്റാനുമുള്ള സൗകര്യങ്ങളും പണ്ട് കാലത്ത് ചെയ്തിരുന്നു. പലപ്പോഴും വഴിയമ്പലങ്ങളും ഇതിനോട് ചേർന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള ഈ കല്ലത്താണിയോട് ചേർന്നിട്ട് നമുക്ക് ഒരു കിണർ കാണാൻ കഴിയും. പണ്ട് ഇവിടെ നിന്ന് വെള്ളം കോരി കുടിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കാം. ഒരു കിണർ കാണാൻ കഴിയും. അതുപോലെ തന്നെ പശുക്കൾക്കൊക്കെ വെള്ളം കൊടുക്കാനുള്ള ചെറിയൊരു തൊട്ടിയും ഇതിനോടനുബന്ധിച്ച് ഇതാ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ തൊട്ടിയിൽ വെള്ളം നിറച്ച് വെച്ചാൽ ഇതുവഴി പോകുന്ന പശുക്കൾക്കും അതുപോലെയുള്ള ജീവജാലങ്ങൾക്കും ദാഹജലം കൊടുക്കാനുള്ള ഒരു സംവിധാനവും ഇതിനോട് ചേർന്ന് നമുക്ക് കാണാനുണ്ട്. പഴയ കാലത്തിൻ്റെ ഇത്തരം ശേഷിപ്പുകളെല്ലാം നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്തരം ശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ട ശ്രമങ്ങൾ ചെയ്താലേ ഇനിയുള്ള തലമുറയ്ക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഈ പാടശേഖരത്തിന് നടുവിലുള്ള ഒരു അത്താണിയാണ്. ഇത് കരിങ്കല്ല് കൊണ്ടല്ല, ചെങ്കല്ല് കൊണ്ടാണ് ഈ അത്താണി നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാടത്തുണ്ടാകുന്ന വിളകൾ കൊണ്ടുവയ്ക്കാനും ഈ വരമ്പത്തിലൂടെ യാത്ര ചെയ്യുന്ന കച്ചവടക്കാർക്ക് അവരുടെ ഭാരം ഇറക്കി വയ്ക്കാനും വേണ്ടി ഉണ്ടാക്കിയ അത്താണിയാണ് ഈ കാണുന്നത്. ഈ പാടശേഖരത്ത് വിളയുന്ന നെല്ല്, പയറ്, അതുപോലെ തന്നെ വേനൽക്കാലത്തുണ്ടാകുന്ന വെള്ളരി, ഇതെല്ലാം ശേഖരിച്ച് വെച്ച് അത് കുട്ടകളിൽ നിറച്ച് ഇവിടെ നിന്നാണ് അത് ചന്തയിലേക്ക് കയറ്റിപ്പോയിരുന്നത്. അതുപോലെ തന്നെ ഈ പാടവരമ്പത്തിലൂടെ നടന്നു വരുന്ന കലക്കച്ചവടക്കാർ, അതുപോലെയുള്ള മറ്റ് കച്ചവടക്കാർ അവരുടെ കൊട്ടകൾ ഇറക്കി വിശ്രമിക്കുകയും ചെയ്തിരുന്നത് ഈ അത്താണിയിലാണ്. ഇത്തരം പാടശേഖരത്തിന് നടുവിലുള്ള അത്താണികൾ ഇന്ന് പല ഭാഗങ്ങളിലും നഷ്ടപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായി തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ന് പറയാവുന്നതാണ് ഇത്തരം അത്താണികൾ. ഈ ആലിനോട് ചേർന്നുള്ള ഈ അത്താണിയും ഇവിടെ പഴയ നാളുകളിൽ അവരുടെ ദാഹമകറ്റാൻ വേണ്ടി വെച്ചിരുന്ന സംഭാര കലങ്ങളും ഇന്ന് ഓർമ്മയായി മാറിയിരിക്കുകയാണ്.